അൾട്ടിമേറ്റ് CS2ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും ചാപ്റ്റർ 4 ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 4 മുതൽ ചാപ്റ്റർ 8 വരെ നമുക്ക് കോമൺ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. വെബ് ടെക്നോളജി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ എന്തൊക്കെ വെബ് പേജസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ HTMLന്റെ ബേസിക് ടാഗുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. വെബ് ടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ സർവീസ് ആണെങ്കിലും, ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ വെബ്സൈറ്റ് വഴിയാണ് എടുക്കുന്നത്. എന്താണ് വെബ്സൈറ്റ്? വെബ് പേജുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്റർനെറ്റ് വഴി എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ് എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഓതന്റിക്കേഷനും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഒരു മസ്റ്റ് ആണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ ഏതെങ്കിലും ഹാക്കേഴ്സിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും എൻക്രിപ്റ്റഡ് ഫോമിൽ വേണം സെൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇന്ന ആളാന്നുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസിന് കൊടുക്കുന്നതിനെയാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ കാറ്റഗറിയാണ് ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആരാണ് ക്ലയന്റ്? വെബ് സർവീസ് ആവശ്യമുള്ള ആളാരാണോ ആ ആളാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. അത് എന്റെ കമ്പ്യൂട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആയിരിക്കാം. എന്ത് ഡിവൈസ് വെച്ചിട്ടാണോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത് അതിനെയാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ വെബ് സെർവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യൂസ് ചെയ്യുന്ന ആ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത് വെബ് സെർവർ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കാറ്റഗറിക്ക് ഓതന്റിക്കേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമ്മൾ ഓൺലൈൻ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ജിമെയിൽ സർവീസ് ഒക്കെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? സെക്യൂരിറ്റി വേണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റ മിസ്സായി പോയി കഴിഞ്ഞാൽ റെഡിയാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിൽ ഓതന്റിക്കേഷൻ നിർബന്ധമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് HTTPS എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അപ്പൊ അതുവഴിയാണ് നമ്മുടെ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ആവുന്നത്. അപ്പൊ അതിനകത്തൊരു സെക്യൂർ സോക്കറ്റ് ലെയർ, ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഇതിൽ വാലിഡേഷൻ നടത്തുന്നത്. അപ്പൊ അതിന് ഫിഗർ നോക്കാം. നമ്മുടെ ക്ലയന്റ് ഒരു റിക്വസ്റ്റ് സെർവറിന് സെൻഡ് ചെയ്യും. സെക്യൂർ കണക്ഷനുള്ള ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. സെർവർ എന്ത് ചെയ്യും? സെർവറിന്റെ SSL സർട്ടിഫിക്കറ്റ് തിരിച്ച് നമ്മുടെ ക്ലയന്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ക്ലയന്റ് അത് വാലിഡേറ്റ് ചെയ്യുന്നു. അത് ചെക്കിംഗ് അതോറിറ്റീസ് ഉണ്ട്. ആ ചെക്കിംഗ് അതോറിറ്റീസിൽ നിന്ന് വാലിഡേറ്റ് ചെയ്യുന്നു. അത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നു. അത് വാലിഡ് ആണെങ്കിൽ ഒരു സെഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ക്ലയന്റ് സെർവറിന് സെൻഡ് ചെയ്യും. അതിനുശേഷം ഒരു സെക്യൂർ ട്രാൻസ്ഫറിങ് അവിടെ നടക്കുകയാണ്. ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ടും സെർവറിൽ നിന്ന് ക്ലയന്റിലോട്ടും ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റില് ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമെയിൽ സർവീസ് ഇതെല്ലാം ഫസ്റ്റ് കാറ്റഗറി കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളാണ്. അടുത്തൊരു കാറ്റഗറിയാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് വെബ് സെർവേഴ്സ് തമ്മിലാണ് അതിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ക്ലയന്റ്
ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആർക്കാണ്? മെർച്ചന്റിന്റെ വെബ് സെർവർ ഉണ്ട്, അതുപോലെ തന്നെ ബാങ്കിന്റെ വെബ് സെർവർ ഉണ്ട്, ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്. ഈ പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് എന്താണ്? ആ മെർച്ചന്റിന്റെ ബാങ്കുമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മീഡിയേറ്റർ, ഒരു ബ്രിഡ്ജാണ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് മെർച്ചന്റ് വെബ് സെർവർ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആളുടെ പേയ്മെന്റ് ഗേറ്റ്വേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പേയ്മെന്റ് ഗേറ്റ്വേ നമ്മുടെ ക്ലയന്റിന്, നമ്മുടെ ബാങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്നൊരാള് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അപ്പൊ ആളുടെ അക്കൗണ്ട് വാലിഡ് ആണോ അല്ലേ എന്ന് പറയാനായിട്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ അത് വാലിഡ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് മെർച്ചന്റിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അതിനിടയിൽ കുറെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. നമുക്ക് OTP സെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ OTP സെൻഡ് ചെയ്യും, നമ്മൾ തിരിച്ചത് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറെ കമ്മ്യൂണിക്കേഷൻ ഇടയിലുണ്ട്. അതിവിടെ കാണിച്ചിട്ടില്ല. നമ്മൾ നേരെ എന്താണ് അത് കൺഫേം ആവുകയാണെങ്കിൽ ആ കൺഫർമേഷൻ പ്രോസസ്സിലാണ് ഈ OTP സെൻഡ് ചെയ്യുന്നതും നമ്മൾ തിരിച്ച് സെൻഡ് ചെയ്യുന്നതും വരുന്നത്. അപ്പൊ അത് എമൗണ്ട് നമ്മുടെ മെർച്ചന്റിന്റെ അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്യും. ദെൻ തിരിച്ച് റെസ്പോൺസ് വന്ന വഴിക്കന്നെ തിരിച്ചു പോകുന്നു. നമ്മുടെ ബാങ്ക് സെർവറിൽ നിന്ന് പേയ്മെന്റ് ഗേറ്റ്വേക്ക് പോകുന്നു. പേയ്മെന്റ് ഗേറ്റ്വേയിൽ നിന്ന് നമ്മുടെ മെർച്ചന്റിന്റെ സെർവറിലോട്ട് പോകുന്നു. മെർച്ചന്റ് സെർവറിൽ നിന്ന് ക്ലയന്റിലേക്ക്, അതായത് നമ്മൾക്ക് ആ ഇൻഫർമേഷൻ തിരിച്ചെത്തും. പിന്നെയാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അപ്പൊ ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒതന്റിക്കേഷനും സെക്യൂരിറ്റിയും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ടോപ്പിക്കാണ് നമുക്ക് ഈ വെബ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കുറെ ടെർമിനോളജീസ് ആണ്. അപ്പൊ ആദ്യത്തെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ വെബ് സെർവർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റിന്റെ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പൊ വെബ് സെർവറിന്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സാധാരണ കമ്പ്യൂട്ടർ അല്ല, പവർഫുൾ കമ്പ്യൂട്ടർ, സ്റ്റോറേജ് കപ്പാസിറ്റികൾ വളരെയധികമുള്ള കമ്പ്യൂട്ടറാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഹൈ ബാൻഡ്വിഡ്ത്ത് ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ എപ്പോഴും സ്വിച്ച് ഓണും ആയിരിക്കും. അങ്ങനെയുള്ള കമ്പ്യൂട്ടറിനെയാണ് നമുക്ക് വെബ് സെർവർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ വെബ് സെർവറിനകത്ത് ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ സെർവർ സോഫ്റ്റ്വെയർ പാക്കേജസ് ഒക്കെ ആവശ്യമായിട്ട് വരും. സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള ഉബുണ്ടു, റെഡ് ഹാറ്റ് പോലെയുള്ളതും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ എന്ന് പറയുന്നതൊക്കെ. അതുപോലെ സെർവർ സോഫ്റ്റ്വെയർ പാക്കേജിന്റെ എക്സാമ്പിൾ ആണ് അപ്പാഷെ സെർവർ, ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ, എൻജിനെക്സ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ വെബ് സെർവർ പാക്കേജസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇങ്ങനെ ഒരു വെബ് സെർവർ നമ്മുടെ ഓർഗനൈസേഷൻസിൽ അത് കീപ്പ് ചെയ്യുന്നത് ഡാറ്റാ സെന്ററിലായിരിക്കും അത് കീപ്പ് ചെയ്യുന്നത്. ഡാറ്റാ സെന്റർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സ്വിച്ച് ഓൺ ആയിട്ട് അല്ലെങ്കിൽ പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കും ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഹാർഡ്വെയർ പോർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാർഡ്വെയർ പോർട്ട് എക്സ്റ്റേണൽ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് എക്സ്റ്റേണൽ ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർട്ടുകൾ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ നമ്മുടെ സർവീസുകളിലെ HTTP, FTP പോലെയുള്ള സർവീസുകളിനെ നമ്മുടെ ക്ലയന്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. അത് 16 ബിറ്റ് യുണീക് നമ്പർ ആണ്, 16 ബിറ്റ് ഉള്ള നമ്പറാണ് ഈ സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. അത് യുണീക്ക് ആയിരിക്കും. ഒരു ആപ്ലിക്കേഷന് ഒരു പോർട്ട് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ പോർട്ട് നമ്പേഴ്സ് നോക്കുക. HTTP എന്ന് പറയുന്നത് 80 ആണ്, FTP എന്നത് 20 and 21 ആണ് യൂസ് ചെയ്യുന്നത്. ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്നത് 53 ആണ് അതിന്റെ പോർട്ട് നമ്പർ വരുന്നത്. അപ്പൊ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പോർട്ട് നമ്പേഴ്സ് എത്രയാണെന്നുള്ളത്, പഠിച്ചിരിക്കും. അടുത്താണ് ഡൊമൈൻ നെയിം സെർവർ. ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുകയാണെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് നമ്മൾ കൊടുക്കുന്ന നെയിം, ആ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് റിട്രീവ് ചെയ്ത് തരുന്ന സെർവറിനെയാണ് ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്നത്. നമ്മള് നമ്മുടെ വെബ് ബ്രൗസറിനകത്ത് അഡ്രസ് ബാറിലെ നെയിം, വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിന് കറസ്പോണ്ടിങ് വെബ് സെർവറിന്റെ IP അഡ്രസ് തിരിച്ചു തരുന്ന വെബ് സെർവർ ആണ് ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാണ് വെബ് ഡിസൈനിങ്. വെബ് ഡിസൈനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഏത് ഓർഗനൈസേഷന്റെ ആണോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് എന്തൊക്കെ പേജസ് വേണമെന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിക്കണം. നമ്മൾ സ്കൂളിന്റെ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ വെബ് പേജിനകത്ത് ഹോം പേജിൽ എന്തൊക്കെ വരണം,
അതുപോലെ തന്നെ നമുക്ക് കോണ്ടാക്ടേഴ്സ് എന്ന് പറയുന്ന പേജ് വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ലോഗിൻ, സ്റ്റുഡന്റ് ലോഗിൻ വേണം, ടീച്ചേഴ്സ് ലോഗിൻ വേണം, ഒരു ഗാലറി പേജ് വേണം. അങ്ങനെ എന്തൊക്കെ പേജസ് വേണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തീരുമാനിക്കും. പിന്നെ നമുക്ക് ഏതെങ്കിലും വെബ് ഡിസൈനിങ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ടൂൾസ് അവൈലബിൾ ആണ്. ഡ്രീം വീവർ, ബ്ലൂ ഫിഷ്, ബൂട്ട് സ്ട്രാപ്പ്, ഇതേപോലെ കുറേയധികം ആപ്പുകൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് ഒരു വെബ് പേജസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ വെബ് പേജസ് ആണ് നമുക്കുള്ളതെന്ന് നോക്കാം. വെബ് പേജസ് 2 ടൈപ്പാണ് വരുന്നത്. സ്റ്റാറ്റിക് വെബ് പേജസ് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. സ്റ്റാറ്റിക് വെബ് പേജസ് ഒരു ചേഞ്ചും ഇല്ലാതെ എപ്പോഴും ഒരുപോലെ ഇരിക്കുന്ന പേജസിനെയാണ് സ്റ്റാറ്റിക് വെബ് പേജസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കോഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ആവും. അല്ലാത്ത സമയത്ത് അതിന് വേറൊരു ചേഞ്ച് ഇല്ല, അതുപോലെ തന്നെയായിരിക്കും ആ പേജ് ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോൾ തുറന്നു നോക്കിയാലും ആ പേജ് അതുപോലെ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് സ്റ്റാറ്റിക് വെബ് പേജസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വെബ് സെർവറായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അത് വെബ് സെർവറിലല്ല റൺ ചെയ്യുന്നത്, നമ്മുടെ ബ്രൗസറിനകത്തായിരിക്കും അത് റൺ ചെയ്യുന്നത്. ഡാറ്റാബേസ് ആയിട്ടൊന്നും ഒരു ആക്സസും ഈ സ്റ്റാറ്റിക് വെബ് പേജസിന് വരുന്നില്ല. ചില പേജസിൽ നമുക്ക് നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില പേജസിൽ നമുക്ക് പിക്ചേഴ്സ് മാറി മാറി വരുന്നുണ്ടായിരിക്കും, ഒരു സീക്വൻസിൽ മാറി മാറി വരുന്നുണ്ടായിരിക്കും. അതൊക്കെ ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതെല്ലാം സ്റ്റാറ്റിക് വെബ് പേജസ് തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുകയാണെങ്കിൽ സെർവർ സൈഡ് കോഡായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വേറൊരു പുതിയ പേജ് ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേജസിനെയാണ് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു റിസൾട്ട് നോക്കുകയാണ്, നമ്മുടെ +1 റിസൾട്ട് നമ്മൾ നോക്കുകയാണ്. +1 റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണിക്കുന്ന ഒരു പേജ് ഉണ്ട് അല്ലെ. റിസൾട്ട് നോക്കാനായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു പേജ് തരുന്നുണ്ട്. അതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറും എന്റെ രജിസ്റ്റർ നമ്പറും എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഞാൻ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ റിസൾട്ടിന്റെ പേജാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഞാൻ വേറൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആളുടെ റിസൾട്ടിന്റെ പേജാണ് എനിക്ക് കാണിച്ചു തരുന്നത്. സ്ഥിരം ഒരു പേജാണോ കാണിച്ചു തരുന്നത്? അല്ല, ഇവിടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന പേജസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുപോലെയുള്ള പേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. അതുപോലെ വെബ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് നമ്മുടെ വെബ് പേജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡാറ്റാബേസിൽ നിന്ന് ആക്സസ് വരുന്നതും ഡൈനാമിക് വെബ് പേജസിനായിരിക്കും. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാ എക്സാമിനും വരാറുള്ളതാണ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. സ്റ്റാറ്റിക് വെബ് പേജിലെ കണ്ടന്റും ലേഔട്ടും ഒന്നും ഒരിക്കലും ചേഞ്ച് ആവില്ല. നമ്മൾ മാനുവലി കോഡ് ചേഞ്ച് ചെയ്യാതെ അതിൻ്റെ കണ്ടന്റോ ലേഔട്ടോ ചേഞ്ച് ആവുന്നില്ല. നേരെ മറിച്ച് ഡൈനാമിക് വെബ് പേജിൽ കണ്ടന്റും ലേഔട്ടും റൺ ടൈമിൽ തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഡൈനാമിക് വെബ് പേജും സ്റ്റാറ്റിക് വെബ് പേജും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഡിഫറൻസ് ആണ്, സ്റ്റാറ്റിക് വെബ് പേജസ് ഒരിക്കലും ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റയെ ആക്സസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഡൈനാമിക് വെബ് പേജിൽ ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റയെ ആക്സസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നത്. നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ നമ്പറും അനുസരിച്ചിട്ടാണ്. അപ്പൊ ആ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസിൽ പോയിട്ട് നമുക്ക് റിസൾട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന പേജസിനെയാണ് നമ്മൾ ഡൈനാമിക് പേജസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക് വെബ് പേജിൽ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല, ഡൈനാമിക് വെബ് പേജിൽ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാറ്റിക് വെബ് പേജസ് റൺ ആവുന്നത് ബ്രൗസറിലാണ്. അതുപോലെ തന്നെ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒന്നും സ്റ്റാറ്റിക് വെബ് പേജസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് ഡൈനാമിക് വെബ് പേജ് റൺ ചെയ്യുന്നത് സെർവറിലാണ്. അതുപോലെ തന്നെ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അതിൽ റൺ ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാറ്റിക് വെബ് പേജസ് നമുക്ക് എളുപ്പമാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ ഡൈനാമിക് വെബ് പേജസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൈനാമിക് വെബ് പേജസിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വെബ് പേജസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് സ്ക്രിപ്റ്റ് എന്ന് നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കോഡാണ്. അത് നമ്മൾ HTML പേജിനകത്ത് എംബഡ് ചെയ്യുന്ന ചെറിയ കോഡിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് HTML കോഡിനകത്ത് എംബഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരാണ് സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. ആംഗിൾ ബ്രാക്കറ്റിനകത്ത് സ്ക്രിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അതിനകത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് എന്താണോ സ്ക്രിപ്റ്റ് കോഡ് എഴുതി കൊടുക്കും.
ദെൻ ആ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യും. ഈ സ്ക്രിപ്റ്റ് ടാഗിന് 2 ആട്രിബ്യൂട്ട് ആണുള്ളത്. ഒരു ടൈപ്പ് ആട്രിബ്യൂട്ട്, അതുപോലെ തന്നെ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്റെ പേരാണ് ടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. SRCക്ക് അതിന് സോഴ്സ് എന്നാണ് അർത്ഥം. അതായത് നമ്മളിപ്പോ HTML കോഡിനകത്ത് എഴുതാതെ പുറത്താണ് ആ കോഡ് എഴുതിയത്, എന്നിട്ട് ഇതിൽ എംബെഡ് ചെയ്യുകയാണെങ്കിൽ സോഴ്സ് ഈക്വൽ ടു ആ ഫയലിന്റെ പേര് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് 2 ലാംഗ്വേജസ് ആണുള്ളത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, ക്ലയന്റ് സൈഡിൽ എന്തെങ്കിലും എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രൗസറിനകത്താണ് അത് റൺ ആവുന്നത്. അത് വെബ് സെർവർ ആപ്ലിക്കേഷൻ ആയിട്ടൊന്നും ആക്സസ് ഇല്ല, അത് വെബ് ബ്രൗസറിൽ തന്നെയാണ് റൺ ആവുന്നത്. ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെ ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളൊരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാണ്, ഒരു സൈറ്റിൽ നിന്ന് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, അങ്ങനെ കുറെ അധികം കോളംസ് ഉണ്ടായിരുന്നു. ഫോൺ നമ്പർ ഒരുവിധം നമ്പേഴ്സ് മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നമ്പർ അല്ലാതെ വേറൊരു ക്യാരക്ടർ അതിനകത്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ ഒരു എറർ മെസ്സേജ് നമുക്ക് കാണിച്ചു തരും, അല്ലേ? അപ്പൊ അതുപോലെയുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ വരുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിലാണ്. യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ VB സ്ക്രിപ്റ്റ് ഒക്കെയാണ് അത് ചെയ്യുന്നത്. ആ ടൈപ്പിനെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത് സെർവറിനകത്തായിരിക്കും റൺ ചെയ്യുന്നത്. നമ്മുടെ വെബ് സെർവർ ആപ്ലിക്കേഷൻസിൽ റൺ ചെയ്ത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്ന ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് യൂസറിനെ തിരിച്ച് സെൻഡ് ചെയ്യുന്ന ഒരു എന്തായിരിക്കും പേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. PHP, JSP, ASP, Perl ഇതെല്ലാം സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഇത് തമ്മിലുള്ള ഡിഫറൻസും ഇമ്പോർട്ടന്റ് ആണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ ആ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ക്ലയന്റ് ബ്രൗസറിലോട്ട് കോപ്പി ചെയ്യുന്നു. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് വെബ് സെർവറിൽ തന്നെ റിമൈൻ ചെയ്യുന്നു. കാരണം എന്താണ്, ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് റൺ ആവുന്നത് ക്ലയന്റ് ബ്രൗസറിലാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആവുന്നത് എവിടെയാണ്? വെബ് സെർവറിനകത്താണ് എക്സിക്യൂട്ട് ആവുന്നത്. എന്നിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന പേജ് ഉണ്ടല്ലോ, ആ പേജിനെ ക്ലയന്റ് ബ്രൗസറിലോട്ട് റിട്ടേൺ ചെയ്യും. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് വാലിഡേഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മൾ ക്ലയന്റ് കൊടുക്കുന്ന ഡാറ്റയുടെ വാലിഡേഷനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഫോൺ നമ്പേഴ്സേ നമുക്ക് അലൗഡ് ഉള്ളൂ. പക്ഷെ നമ്മൾ ക്യാരക്ടർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയണം? നമ്മൾ നമ്പേഴ്സ് മാത്രമേ അലൗഡ് ഉള്ളൂ എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് നമുക്ക് എന്താ വേണ്ടത്? ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാണ് വേണ്ടത്. നമ്മൾ റിസൾട്ട് നോക്കുന്നതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് സ്ക്രിപ്റ്റ്സ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ വരുന്നത്. ഇനി ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിനെ വേണമെങ്കിൽ നമുക്ക് യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ ബ്രൗസറിൽ അവൈലബിൾ ആണ്. പക്ഷെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് നമുക്ക് യൂസേഴ്സിന് ഒരിക്കലും ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെച്ചിരിക്കുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. എന്തൊക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത്, അതിന്റെ ചെറിയ ഫീച്ചേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേതാണ് ജാവാ സ്ക്രിപ്റ്റ്. ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് ക്ലയന്റ് സൈഡിലാണ് നമ്മൾ ഡാറ്റ വാലിഡേഷനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ബ്രണ്ടൻ എയ്ച്ച് എന്നുള്ള ആളാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേതാണ് VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റ് എന്ത് സ്ക്രിപ്റ്റിംഗ് ആണ്? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്താണ് PHP. PHP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രൊസസർ. PHP എന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് റാസ്മസ് ലഡോഫ്. അതുപോലെ PHP ഇന്റർപ്രറ്റർ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ആപ്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലാംബ് ലിനക്സ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ളതാണ് ലാംബ് എന്ന് പറയുന്നത്.
ലിനക്സ്, അപ്പാഷെ, MySQL, PHP സെർവർ. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളതാണ് വാംപ്. വിൻഡോസ്, അപ്പാഷെ, MySQL ആൻഡ് PHP. അതുപോലെ തന്നെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാവുന്ന ഇന്റർപ്രറ്റർ അവൈലബിൾ ആണ്. അതിനെയാണ് XAMPP എന്ന് പറയുന്നത്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാവുന്നതാണ് XAMPP എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ലാംഗ്വേജ് ആണ് ആക്റ്റീവ് സെർവർ പേജസ്, ASP എന്ന് പറയും. ഇത് മൈക്രോസോഫ്റ്റിന്റെ ആണ് ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത്. അത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .asp എന്നുള്ള എക്സ്റ്റൻഷനിലാണ് ഫയൽസ് ഉണ്ടായിരിക്കുക. ഇനി ഇതില് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്ന സെർവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് IIS ആണ്, ഇന്റർനെറ്റ് ഇൻഫോർമേഷൻ സെർവർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത പറഞ്ഞാണ് ജാവ സെർവർ പേജസ് എന്ന് പറയുന്നത്, JSP. അതിന്റെ എക്സ്റ്റൻഷൻ .JSP എന്നാണ് വരുന്നത്. ഇതില് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സൺ മൈക്രോസിസ്റ്റം ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് റൺ ചെയ്യാനായിട്ട് നമുക്ക് അപ്പാഷെ ടോംകാറ്റ് വെബ് സെർവർ ആണ് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് വരുന്നത്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, CSS. നമ്മുടെ HTML ഡോക്യുമെന്റിനെ കുറച്ചും കൂടി ഫോർമാറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്, സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു മൊത്തം ഡോക്യുമെന്റിൽ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിന് ഇന്ന കളർ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ഫോണ്ടിൽ വരണം, അങ്ങനെ പല പല ഫോർമാറ്റിംഗ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കളർ കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെ എന്ത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ്. നമുക്ക് 3 ഡിഫറെന്റ് വേസിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻലൈൻ, എംബഡഡ് ആൻഡ് ലിങ്ക്ഡ്. അങ്ങനെ 3 ഡിഫറെന്റ് വേസ് ഉണ്ട് നമുക്ക് CSS യൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ ആണ് ഇൻലൈൻ എന്ന് പറയുന്നത്. ഇൻലൈൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ HTML ടാഗ് എഴുതില്ലേ, ആ ടാഗിന് മുന്നിലായിട്ട് നമ്മുടെ ഈ CSSന്റെ കോഡ് എഴുതി കൊടുക്കും. ഇൻലൈൻ, ആ ഒരു ലൈനിൽ തന്നെ എന്നുള്ളതാണ് ഇൻലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ HTML ടാഗ് നമ്മൾ ഏതാണോ ഫോർമാറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ CSSന്റെ കോഡ് എഴുതി കൊടുക്കുന്നതാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. എംബഡഡ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ HTML കോഡിനകത്തോട്ട് പുറത്തുനിന്ന് നമ്മൾ CSS കോഡിനെ കൊണ്ടുവരികയാണ് എംബഡഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് എഴുതി കൊടുക്കുന്നത് ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്താണ്. HTMLന്റെ ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്താണ് ഈ എംബഡഡ് CS നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇനി ലിങ്ക്ഡ് CSS ഉണ്ട്. ലിങ്ക്ഡ് CSS എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫയലായിട്ട്, നമ്മുടെ കോഡുമായിട്ട് ബന്ധമില്ലാതെ പുറത്ത് നമ്മളൊരു എക്സ്ട്രാ ഫയലായിട്ടാണ് നമ്മൾ CSS കോഡ് എഴുതുന്നത്. അതിന്റെ എക്സ്റ്റൻഷൻ .css എന്നുള്ള എക്സ്റ്റൻഷനിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മുടെ HTML കോഡിലോട്ട് ലിങ്ക് ചെയ്യുന്ന ടൈപ്പ്, അതായത് നമ്മുടെ HTML കോഡിലോട്ട് അതിന്റെ പാത്ത് കൊടുക്കുക. അതിനെയാണ് ലിങ്ക്ഡ് CSS എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 3 മെത്തേഡ്സ് ഏതാന്നുള്ളത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമ്മളൊരു വീഡിയോയില് 2 വെബ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് പഠിച്ചു. അതിൽ വെബ് പേജസ് എങ്ങനെ വരുന്നുള്ളത് കണ്ടു. 2 ടൈപ്പ് വെബ് പേജസ് പഠിച്ചു, അതിന്റെ ഡിഫറൻസ് കണ്ടു. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ് അത് നമ്മുടെ ഡിഫറൻസ് കണ്ടു. ദെൻ എന്തൊക്കെ ലാംഗ്വേജസ് ആണ് നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനും ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനും യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കണ്ടു. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നുള്ളത് കണ്ടു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതിന് മെയിൽ ID തന്നിട്ടുണ്ട്. അതുപോലെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.